ഈ പ്രാഥമിക വിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ അതുപോലെ സാക്ഷരത ഇതൊക്കെ മെച്ചപ്പെടുത്തി കൊണ്ടുപോവുക എന്നത് ഉറപ്പ് വരുത്തുന്നുണ്ടോ? പിന്നെ നല്ല ചോദ്യമാണ്. അടിസ്ഥാന സൗകര്യവും ആദ്യം ചോദിക്കേണ്ട ചോദ്യമായിരുന്നു എനിക്ക് തോന്നുന്നത്. NEP-യുടെ ആദ്യത്തെ ചോദ്യം ആദ്യം ചോദിച്ചു ടീച്ചർ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ല, ശിശു വിദ്യാഭ്യാസത്തെ. രണ്ടാമത് നമ്മൾ NEP മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അടിസ്ഥാന വിദ്യാഭ്യാസ ഗുണനിലവാരം, FLN, ഫണ്ടമെൻ്റൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി. ഭാഷാ പ്രാവീണ്യവും ഗണിത പ്രാവീണ്യവും ഉണ്ടാവുക. അത് 3ാം ക്ലാസ്സിലാവുമ്പോഴേക്ക് അത് എല്ലാവർക്കും നേടണം എന്നുള്ളത് നമ്മുടെ ഒരു മിഷനാണ്. അവിടെയാണ് നിപുൺ എന്നുള്ള പറയുന്ന പദ്ധതിയൊക്കെ വന്നിരിക്കുന്നത്. മാതൃഭാഷ ആണ് പ്രധാന. NEP പറയുന്നത് മാതൃഭാഷയാണ് പ്രൈമറിയിലുള്ള. മാതൃഭാഷയിൽ ഉള്ള കഴിവ്, എഴുതാൻ, വായിക്കാൻ, കോംപ്രിഹെൻഡ് ചെയ്യാൻ, അതായത് ആശയം വ്യക്തമാക്കാൻ, അതുപോലത്തെ ഗണിതശേഷികൾ, ഇത് 3ാം ക്ലാസ് ആകുമ്പോഴേക്ക് അടിസ്ഥാനമായിട്ട് ഉറപ്പിക്കണം എന്നുള്ളതാണ് പ്രധാനം. അതിനുശേഷം ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഭൗതിക സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്നത് സ്കൂളിൻ്റെ ബിൽഡിങ്, സ്കൂളിലെ ബെഞ്ചും ഡെസ്ക്, കറണ്ട്, കമ്പ്യൂട്ടർ, ഇതാണ്. കുറച്ചും കൂടി അപ്പുറത്തേക്ക് ചിന്തിക്കണം. നമ്മൾക്ക് ഇന്നേ വരെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും സ്ലേറ്റുമാണ് നമ്മുടെ കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ഭൗതിക വസ്തുക്കൾ. ഇന്നത് മാത്രമല്ല, ലേണിംഗ് മെറ്റീരിയലായിട്ട് കുട്ടിക്ക് മറ്റു പല സാധനങ്ങളും കൊടുക്കാൻ സാധിക്കണം. കുട്ടിയുടെ ഈ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഗ്രേഡഡ് ആയിട്ടുള്ള നിരവധി മെറ്റീരിയൽസ് ഉണ്ടാവും. ഇപ്പോൾ ഗുണനമാണ്, അല്ലെങ്കിൽ തുക കാണുന്ന കണക്കിലെ തുക കാണുന്നു. ആ തുക കാണാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള കുട്ടിക്ക് താല്പര്യം ജനിപ്പിക്കുന്ന കളികളിലുള്ള നിരവധി നമ്മളെ വർക്ക്ഷീറ്റ് പോലെയുള്ള കുട്ടിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന, എഴുതാനും ചെയ്യാനും പുതുതായി കണ്ടെത്താൻ പറ്റുന്ന നിരവധി സാധനങ്ങൾ, ടൂൾസ് ഉണ്ടാക്കണം. ടീച്ചിങ് ലേണിംഗ് ടൂൾസ് എന്ന് പറയാം, പഠന ഉപകരണങ്ങൾ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നമ്മുടെ PM ശ്രീ വരുന്ന സമയത്ത് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ടീച്ചർക്ക് 500 രൂപയുടെ സാധനം ഉണ്ടാക്കാം. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുണ്ടെങ്കിൽ 30 × 500 അത്രയും ആ ടീച്ചറെ കൈ കിട്ടും. അത്രയും ലേണിംഗ് മെറ്റീരിയൽസ് ഉണ്ടാക്കണം. ഇവാലുവേഷന് ഇതേപോലെ അഡീഷണൽ പൈസയുണ്ട്. അതൊന്ന് നിരന്തരമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം കുട്ടിയെ. ഇതൊരു ഭാഗമാണ്. രണ്ടാമത് ഈ കുട്ടിയുടെ വീട്ടിലെ ഭൗതിക സാഹചര്യം. അതുകൊണ്ട് ആ പദ്ധതി NEP-ക്ക് മുമ്പ് മുതലേ തുടങ്ങിയിരുന്നു. കുട്ടിയുടെ വീട്ടിലെ സാഹചര്യം കണക്കാക്കിയിട്ട് ലേണിംഗ് റൂംസ് അത് ഭാഗമാണ്. അങ്ങനെ വ്യത്യസ്ത ആംഗിളിൽ നിന്ന് ഈ ഭൗതിക സാഹചര്യത്തെ കാണണം. ആരോഗ്യം പ്രധാനപ്പെട്ടതാണ്, മാനസിക ഉല്ലാസം പ്രധാനപ്പെട്ട കാര്യമാണ്. സ്കൂളുകൾ അതുകൊണ്ടാണ് കൗൺസിലേഴ്സ്. ഇപ്പോൾ ഉള്ളത് ടീനേജിൽ മാത്രമാണ്, അഡോളസൻ പീരീഡിൽ മാത്രമുള്ള കൗൺസിലിങ്ങിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങനത്തെ ഒരു കൗൺസിലറെ നമുക്ക് അപ്പോയിൻ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ വിദ്യാലയത്തിലെ ടീച്ചർമാരോ ആ വിദ്യാലയത്തിലെ രക്ഷകർത്താക്കളിലെ ചില അമ്മമാരുണ്ടാകാം, അവരെ ട്രെയിൻ ചെയ്തിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്കൂൾ ആകുമ്പോൾ സ്കൂളാണ് ഒരു മോഡൽ ആയിട്ട് മാറി ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സംവിധാനമാണ്, ഒരു മാതൃകയാണ് PM ശ്രീ. അവിടെ എല്ലാവരും ഉൾപ്പെടുന്നുണ്ട്, പ്ലാനിങ്ങിലും എക്സിക്യൂഷനിലും. ആദ്യത്തെ അതിൽ ഫണ്ടിങ് കേന്ദ്ര ഗവൺമെൻറ് നൽകും. സംസ്ഥാന വിദ്യാലയങ്ങൾക്ക് ഷെയർ സംസ്ഥാനങ്ങളിൽ നൽകണം. അങ്ങനെ വലിയൊരു മാതൃക 5 വർഷം നമ്മളെ മുന്നിൽ കാണിച്ചു തരാനുള്ളൊരു പദ്ധതിയായിരുന്നു. കേരള പദ്ധതി സ്വീകരിച്ചിട്ടില്ലേ പൂർണ്ണമായിട്ട്? അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, സാമൂഹികമായിട്ടുള്ള ചില ഇടപെടലൊക്കെ വരില്ലേ എന്നുള്ളത്. ഇതിൻ്റെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നതിൽ പ്രഷർ വരുമല്ലോ. കാരണം വേറെ സംസ്ഥാനത്ത് കാണുകയും അതിൻ്റെ മെച്ചം കാണുമ്പോൾ നമുക്കത് കേരളത്തിലധികവും പൊളിറ്റിക്കൽ കാരണത്താൽ ചിലത് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ വർഷം മുതലേ 3 വയസ്സ് മുതൽ പ്രവേശനം, ബാലവാടി പ്രവേശനം എല്ലാവർക്കും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. പാഠപുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞു, പരീക്ഷയെക്കുറിച്ച് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട്. ഇത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയാൻ പൊളിറ്റിക്കൽ കാരണങ്ങൾ പറയാൻ പറ്റില്ല. അത്രയും ജനങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി.